ആളുകൾക്ക് എന്ത് വന്നാലും വേണ്ടിയില്ല, മുഖ്യമന്ത്രി ചിരിച്ചാൽ മതി. അങ്ങനെ നിങ്ങൾക്ക് ചിരി കാണണമെന്നുണ്ടെങ്കിൽ കുളമ്പാറയിലോ അല്ലെങ്കിൽ കുതിരവട്ടത്തോ പോയി നോക്കിയാൽ മതി. അവിടെ എപ്പോഴും ചിരിക്കുന്ന ആൾക്കാരെ കാണാൻ കഴിയും. ഈടോ ആവശ്യം ഉണ്ടാകുമ്പോഴല്ലേ ചിരിക്കുക. നമ്മളെ വീട്ടിലൊക്കെ ഇപ്പോൾ നമ്മളെ വാപ്പാരുണ്ടാകും, വല്യപ്പാരുണ്ടാകും, ഓല് സദാസമയം എങ്ങനെ വിളിച്ചു കെട്ടിങ്ങണ്ട. ഞമ്മക്ക് എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോൾ ഓലുണ്ടാവും. സതീശന്റെ പൂക്കിച്ചിരി കേരള രാഷ്ട്രീയത്തിൽ 2026 വലിയ തരത്തിൽ ഫേമസ് ആയ ഒന്നായിരുന്നു. തർക്കവുമായി അതുപോലെ തന്നെ വലിയ വിവാദവും, അതുപോലെ എല്ലാവരും ഇത്രയും കാലം കഴിഞ്ഞ 10 വർഷം ചിരിക്കാത്തൊരു മുഖ്യമന്ത്രിയായിരുന്നു കേരളം കണ്ടായിരുന്നു. അതിനുശേഷം ചിരിക്കുന്ന ഒരാളെ കണ്ടു കഴിഞ്ഞപ്പം അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വരെ, ഈ നോർത്ത് ഇന്ത്യയിൽ വരെ അത് വലിയ തരത്തിലുള്ള ചർച്ചാ വിഷയമായിരുന്നു. ഒരു മുഖ്യമന്ത്രി ഇങ്ങനെയൊക്കെ ചിരിക്കുമല്ലേ എന്ന് പറഞ്ഞുകൊണ്ട്. എന്നിരുന്നാൽ പോലും അത് വലിയ തരത്തിലുള്ള വിവാദങ്ങളായിരുന്നു. ഇപ്പൊ ഏറ്റവും അവസാനം ജലീൽ പറയുന്ന ഒരു കാര്യം, ഇങ്ങനെ ചിരിച്ചു നടക്കുന്നവരെ കൂളംപാറയിൽ നിന്നും കുതിരവട്ടം എന്നൊക്കെ ചാടി വന്നവരാണ്. അപ്പം അത്തരത്തിലുള്ള ആൾക്കാരെയാണോ ജനങ്ങൾക്ക് വേണ്ടത്? അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: എപ്പോഴും ചിരിക്കുന്ന മുഖ്യമന്ത്രി വേണമെന്ന് പറയുന്നവർ ഊളംപാറയിലോ കുതിരവട്ടത്തോ പോകണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മാത്രമല്ല, ഒരു ആവശ്യം ഉണ്ടാകുമ്പോഴാണ് വീട്ടിലെ കാരണവന്മാർ പ്രതികരിക്കുക. പക്ഷെ അല്ലാതെ സദാസമയം ചിരിച്ചുകൊണ്ട് നടക്കുന്ന ആൾക്കാരല്ല ഒരു മുതിർന്ന കാരണവർ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അതായത് സതീശിനെ മുതിർന്ന കാരണവരായി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സതീശന് വെറുതെ ചിരിച്ചുകൊണ്ട് നടക്കുകയാണെന്ന് താങ്കൾ പറഞ്ഞ ഇടക്കൊന്ന് പറഞ്ഞു പോയി കഴിഞ്ഞാല് വീട്ടിലെ കാരണവർ പ്രതികരിക്കുക ഒരു ആവശ്യമുള്ളപ്പോഴാണ്. പിണറായി വിജയൻ ഒരിക്കലും ചിരിക്കാറില്ല. അതേസമയം 24/7 ഗൗരവത്തോടെ നടക്കുന്നു കണക്കാക്കാം. അപ്പോൾ ഗൗരവം കാണിക്കുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ വീട്ടിൽ പ്രശ്നങ്ങളുണ്ട്. എന്നും പ്രശ്നങ്ങളുണ്ടായിരുന്ന ഒരു LDFന്റെ ഗവൺമെന്റിന്റെ തലവനായിരുന്നു പിണറായി എന്ന്. അതുകൊണ്ടാണ് ഗൗരവത്തിന് നടന്നത്. ഈസി ആയിട്ടുള്ള മറ്റേ ഇരിക്കാൻ അയാൾക്ക് സ്വസ്ഥത കിട്ടിയിട്ടില്ല. പല പ്രശ്നമുണ്ട്. ഒരു സ്ഥലത്ത് നിന്ന് സ്വർണ്ണക്കേസ്, ഒരു സ്ഥലത്ത് നിന്ന് മറ്റേ എക്സാലോജിക്കിന്റെ കേസ്, ഇങ്ങനെ പല കേസുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അയാളെക്കുറിച്ചും മക്കളെക്കുറിച്ചും. ആ സമയത്ത് പിണറായി വിജയന് ചിരിക്കാൻ സമയമുണ്ടോ? ഇപ്പൊ വല്ല സമയം കിട്ടിയെങ്കിലേ ഉള്ളൂ. അത് ജലീല് കൃത്യമാണ് പറഞ്ഞത്. ഇപ്പൊ ഇങ്ങനെ ഓം പറഞ്ഞൊക്കെ രക്ഷപ്പെട്ട് വന്ന് ചിരിയൊക്കെ നിർത്തി ഗൗരവത്തിൽ പോവുകയാണ് അതെ പിണറായി. പിന്നെ രണ്ടാമത് പിണറായിയെ മണിയടിക്കേണ്ട ആവശ്യം ആർക്കാവുള്ളത്? ഇപ്പം പിണറായി മണിയടിച്ചിട്ട് കാര്യമില്ലല്ലോ. അല്ല, മണിയടിക്കുന്നതിന് കാര്യമില്ല. ഇയാളെ കുറിച്ച് കഴിഞ്ഞ കാലത്ത് വന്ന മുഴുവൻ അഴിമതി ആരോപണങ്ങളെ സത്യാവസ്ഥ അറിയാവുന്ന, കറക്റ്റ് അറിയാവുന്ന ഏക മനുഷ്യനാരാ? ജലീലിന്റെ സത്യാവസ്ഥ അത് പിണറായിക്ക് അറിയാവുന്നേ. അതെ. അപ്പോൾ പരസ്പരം പിണങ്ങാൻ പറ്റിയല്ല. അപ്പോൾ പിണറായിയെ സൂചിപ്പിക്കാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗം ഏതാ? സതീശിനെ അറ്റാക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ രാഹുൽ ഗാന്ധിയെ പറ്റി ആണ്ട് പറഞ്ഞു, ഇടയ്ക്ക് കയറി പറഞ്ഞു, പണ്ട് പപ്പുമാൻ ആണ്ട് പറഞ്ഞു. അപ്പൊ അവരുടെ CPM വരെ അവരുടെ പുറകെ നടക്കുക, രാഹുൽ ഗാന്ധിയുടെ പുറകെ നടക്കുക. മദ്രാസ് സീറ്റ് വേണം, രാജസ്ഥാനിൽ സീറ്റ് വേണം. അതവർക്കാണ് ഇവിടെ CPMന്റെ പുറകെ നടക്കുന്ന ജലീൽ കയറി രാഹുൽ ഗാന്ധി തരി പറയുന്നത്. അപ്പൊ അങ്ങനത്തെ കാപട്യങ്ങളുണ്ട്, ഒത്തിരിയുണ്ട്. അദ്ദേഹം പല കാര്യങ്ങളും പറയുന്നുണ്ട്. അതിൽ പെട്ട ഒന്നാണ് സതീശൻ മീൻസ് പറയാണ്ട് പറഞ്ഞത്, ചിരിച്ചു നടക്കുന്ന സതീശൻ ഊളംപാറയിലോ അല്ലെങ്കിൽ എവിടെ എവിടെയെങ്കിലും പോയിരിക്കേണ്ട ആളാണ്, കേരളത്തിന് മുഖ്യമന്ത്രി ആവേണ്ടതല്ല. കേരളത്തിന് മുഖ്യമന്ത്രിയാണെങ്കിൽ ആവശ്യ സമയത്ത് മാത്രം പ്രതികരിക്കേണ്ട. അദ്ദേഹം പറഞ്ഞതിന്റെ ഒരു ഇൻഡയറക്ട് സാധനം അതാ വരുന്നത്. ചിരിച്ചോണ്ട് നടക്കാൻ പാടില്ല കേരളത്തിലെ മുഖ്യമന്ത്രി. എപ്പോഴും ഒരു ഗൗരവം മുഖത്തുണ്ടായിരിക്കണം. അങ്ങനെ ഒരു സ്റ്റഡി മസിലൊക്കെ പിടിച്ച് ആരടാന്ന് ചോദിച്ചാൽ ഞാനടാ വീട്ടിൽ പോയി ചോദിക്കടാ, അതെ ഇറങ്ങിപ്പോടാ, ആ രീതിയിലൊക്കെ പറയാൻ പറ്റുന്ന ഒരു നേതാവാണെങ്കിൽ ഓക്കെയാണ്, കേരളത്തിന് മുഖ്യമന്ത്രിയായ യോഗ്യത ഉണ്ട്. അല്ലാണ്ട് ആൾക്കാർ വന്നാൽ ചിരിച്ച് ആൾക്കാർക്ക് കൈയൊക്കെ കൊടുത്ത് ആൾക്കാർക്ക് ഷെയ്ക്കാൻ്റെ കൊടുക്കുക, ആൾക്കാരെ കെട്ടിപ്പിടിക്കുക, അവരെ കൂടെ ഇരിക്കുക, ഇതൊന്നും ഒരു മുഖ്യമന്ത്രിക്ക് ചേർന്നതല്ല എന്നുള്ളതിന്റെ ആകത്തുകയാണ് അദ്ദേഹം പറഞ്ഞത്. 2 ഉദാഹരണങ്ങൾ പറയാം. അച്യുതാനന്ദൻ ഗൗരവമുള്ള മുഖ്യമന്ത്രിയായിരുന്നു. പക്ഷെ ജനങ്ങൾക്ക് അദ്ദേഹത്തോട് ദേഷ്യം തോന്നിയിട്ടുണ്ടോ? അതേസമയം പിണറായി വിജയനെ അച്യുതാനന്ദൻ കാണുന്ന 2 തരത്തിൽ. പിന്നെ നയനാർ CPM-കാരനായിരുന്നു അല്ലേ, CPM നേതാവായിരുന്നു. പിണറായി വിജയനൊക്കെ വളരെ സീനിയർ നേതാവായിരുന്നു, പല രംഗത്തും പ്രവർത്തിച്ച ആളാണ്. നയനാർ ചിരിക്കുന്ന ആളായിരുന്നു, കരയുന്ന ആളായിരുന്നു, ഗൗരവത്തിൽ നടക്കുന്ന ആളായിരുന്നു. എന്റെ കാലഘട്ടം എന്ന് പറയുമ്പോൾ ഞാൻ കണ്ടിട്ടുള്ള മുഖ്യമന്ത്രിമാർ, ഞാൻ ഓർത്തിട്ടുള്ള മുഖ്യമന്ത്രിമാർ, ഒന്ന് ഉമ്മൻചാണ്ടി, പിന്നെ പിണറായി വിജയൻ, ഇവരെ 2 പേരും, പിന്നെ അച്യുതാനന്ദൻ, ഇവരെ മാത്രമേ എനിക്ക് പരിചയമുള്ളൂ. അതിനുശേഷമുള്ളവർ ഞാൻ ജനിക്കുന്നതിന് മുമ്പ് നയനാരോളം പോപ്പുലർ ആയിട്ടുള്ള നേതാവ്. അപ്പൊ ആ നയനാര് ചിരിച്ചുകൊണ്ടേ ഇടപെടുള്ളൂ. ഇനി ഡൽഹിയിലേക്ക് വിമാനം കയറുമ്പോൾ CS അസുഖം എന്നുള്ള തോന്നലുള്ളപ്പോൾ തന്നെ നയനാർ പറയുന്നുണ്ട്, ഇനി തിരിച്ചു വരുമെങ്കിൽ കാണാമെന്ന്. അപ്പം മരണത്തെ പോലും അദ്ദേഹം ചിരിച്ചുകൊണ്ട്, മരിക്കാൻ പോകുന്ന ഒരു സാഹചര്യത്തിൽ പോലും അയാൾക്ക് എന്തോ ഉൾക്കാഴ്ച എന്തോ അദ്ദേഹത്തിന് ചിരിച്ചുകൊണ്ട് മാത്രമേ അയാൾക്ക് നർമ്മം അയാൾക്ക് ഒരു ആയുധമായിരുന്നു ആർക്ക്. പക്ഷെ അത് അറിയത്തില്ല. നർമ്മമാണ് ഏറ്റവും വലിയ ആയുധം. ഏത് ക്രൈസിസിനെയും നമുക്ക് ഡൈല്യൂട്ട് ചെയ്യാൻ പറ്റുന്നത് തമാശന്റെ പൊട്ടിച്ചിരികളാണ്, ഏത് പ്രശ്നങ്ങളായിരിക്കും. അപ്പം ആ പൊട്ടിച്ചിരി അറിയത്തില്ലാത്ത ഒരാൾ മാന്യനാണെന്ന് പറയുമ്പോൾ ഗൗരവം കൊണ്ടാണ് ഗൗരവമുള്ള പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതുകൊണ്ടാണ് പൊട്ടിച്ചിരി ഇല്ലാത്തത് എന്ന് ജലീൽ
പിണറായിക്ക് വേണ്ടി ജാമ്യം എടുക്കുന്നത് ഒരു പിടിയും കിട്ടുന്നില്ല. അതുകൊണ്ടാണ് പിണറായിക്ക് വേണ്ടി പിണറായിയെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് സതീശന്റെ ചിരിയെ ഇങ്ങനെ കുറ്റം പറയുന്നത്. മാത്രമല്ല ഇതിന് പിന്നൊരു പിന്നാവശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജലീലിനെതിരെയുള്ള പല കേസുകളും ഇനി കുത്തിപ്പൊക്കോ എന്നുള്ളൊരു ചോദ്യം, പേടി. അതിനൊരു മുൻകൂർ ജാമ്യം. സതീശനെ നേരത്തെ അഡ്വാൻസ് ആയിട്ട് അറ്റാക്ക് ചെയ്ത ബെസ്റ്റ് ഡിഫൻസ് എന്ന് പറയുന്നത് സതീശനെ ആദ്യം കയറി തന്നെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ കേസ് കുത്തിപ്പൊക്കെ പറയാം എന്നോടുള്ള രാഷ്ട്രീയ വിരോധം തീർക്കുന്നതാണ്. അങ്ങനെ ഒരു പഴുതിട്ടിട്ട് സതീശന്റെ അടുത്ത അന്വേഷണങ്ങൾ, ജലീലിന്റെ പേരിലുള്ള അന്വേഷണങ്ങൾ വരുമ്പോൾ അതിൽ ഇപ്പൊ പിണറായി വിജയനൊക്കെ പറയുന്ന പോലെ മുൻകൂർ ജാമ്യം എടുക്കുകയാണ്. എന്നോടുള്ള രാഷ്ട്രീയ വിരോധം തീർക്കാൻ വേണ്ടിയാണ് ഈ കേസെല്ലാം എന്ന് പറയുന്നത്. നാളെ വരും. നാളെ ചിലപ്പോൾ ജലീലിന്റെ കൂടെ ഇപ്പം വീണയെ ഡിഫെൻഡ് ചെയ്യാൻ പോയവരുടെ അണികളില്ലേ, അതുപോലത്തെ CPM അണികളും ചിലപ്പോൾ കാണും. ജലീൽ ഇക്കായെ തൊടാൻ പാടില്ല, അവിടെ വിളിക്കും ജലീൽ ഇക്കാന്ന് വിളിക്കും, അത് വേറെ ഉദ്ദേശം. ഇങ്ങനെ പല കലാപങ്ങളും ഇവിടെ കാണാൻ പോവാണ്. അപ്പൊ ജലീലിന്റെ റെലവൻസ് കേരള പൊളിറ്റിക്സിൽ എന്താണെന്ന് ജലീലിന് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഒരു റെലവൻസും ഇല്ലെന്ന് ഇത്തവണത്തെ ഇലക്ഷൻ തെളിയിച്ചു, പാർട്ടിയുടെ നിലപാട് തെളിയിച്ചു. പക്ഷെ വീണ്ടും ഇനി ജലീലിൽ റെലവൻസ് ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ്. മറ്റെല്ലാവരും പിന്നോട്ട് പോയപ്പോഴും പിണറായി വിജയനെ ഡിഫെൻഡ് ചെയ്യാനായിട്ട് അതിനുള്ള ഏറ്റവും നല്ല മാർഗം സതീശനെ അറ്റാക്ക് ചെയ്യാനുള്ള കണക്ക് കൂട്ടിക്കൊണ്ടാണ് ഈ സ്റ്റേറ്റ്മെന്റ്. അല്ല, ഞാൻ തുടക്കത്തിൽ വിചാരിച്ചത് ഇപ്പൊ PB അൻവറും KT ജലീലെല്ലാം ഒരുമിച്ച് പാർട്ടിയിൽ നിന്ന് പുറത്തു വരുന്നുള്ള ഒരു വാർത്ത ആദ്യം വാർത്തയുണ്ടായിരുന്നു. ഇപ്പൊ അൻവർ തന്നെ പറഞ്ഞത് ജലീലിന് പല കാര്യങ്ങളും അറിയും, ജലീൽ ഇതൊക്കെ പുറത്ത് പറയുന്ന പറഞ്ഞായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ജലീൽ പിന്നീട് വാർത്താ സമ്മേളനത്തിൽ വരികയോ മാധ്യമങ്ങളെ കാണുകയോ ഒന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് അദ്ദേഹം സൈലന്റ് ആയി. അൻവറിന്റെ കാരണം പിണറായി വിജയൻ വിട്ടുവീഴ്ച സ്വസ്ഥമായിട്ട് ചായ കൊടുത്തിട്ട് പറഞ്ഞാണ്, ബിരിയാണി ചായ കൊടുത്തിട്ട് പറഞ്ഞു കാണും എല്ലാം ഇതൊക്കെ ഈ ഫയലൊക്കെ ആരെ ഏൽപ്പിക്കണം. ഒറ്റ ചോദ്യം ചോദിച്ചു കാണുള്ളൂ, ഈ ഫയലൊക്കെ ആരെ ഏൽപ്പിക്കണം. എല്ലാം പറഞ്ഞു, ഒന്നും മിണ്ടാതെ ഇറങ്ങിപ്പോയി കാണും. അതാണ് സംഭവം. അല്ല, ഞാൻ തുടക്കത്തിൽ അൻവർ പറഞ്ഞു ഞാൻ മാത്രമായിരിക്കില്ലേ വരിക, ജലീലും ഉണ്ടാവും, പുറത്തോട്ട് വരും, ജലീലിനും പല കാര്യങ്ങൾ അറിയാം. ഈ പറഞ്ഞ പോലെ മലപ്പുറത്തെ കേന്ദ്രീകരിച്ച് പിണറായി വിജയൻ ഇത്തരത്തിൽ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ജലീലിനടങ്ങും. കാരണം ജലീലും പ്രതിനിധാനം ചെയ്യുന്ന കോൺസ്റ്റിറ്റ്യുവൻസി എന്ന് പറഞ്ഞാൽ മലപ്പുറം ജില്ലയിൽ തന്നെ. അപ്പം തിരൂരോ തവനൂരോ അല്ലെ, കുഞ്ഞാലിക്കുട്ടി ആ പ്രത്യേക സാഹചര്യത്തിൽ തോൽപ്പിക്കാൻ പറ്റിയതുകൊണ്ടാണ് കുഞ്ഞാലിക്കുട്ടി ഒറ്റ പ്രാവശ്യം തോറ്റിട്ടുള്ളൂ. ജലീലിനോട് മാത്രമാണ് ആദ്യമായിട്ട് അവസാനമായിട്ട് എല്ലാ കാലത്തും ഞാൻ അവിടെ ജയിച്ചോണ്ടിരിക്കുന്നതായിരിക്കും. കുഞ്ഞാലിക്കുട്ടിയെ തോൽപ്പിച്ചാൽ കുഞ്ഞാലിക്കുട്ടി തോൽപ്പിച്ച ജലീലിനുള്ള ഇമേജാണ് കൊണ്ടുവന്ന പറഞ്ഞ ആള്. അതുകൊണ്ട് തന്നെ മലപ്പുറത്ത് 2 സുൽത്താൻമാരാണുള്ളത്. ഒന്ന് കുഞ്ഞാലിക്കുട്ടി, രണ്ടൊന്ന് KT ജലീൽ. ഈ പറഞ്ഞ പോലെ 2 സുൽത്താൻമാരാണ് വേണ്ടാന്ന് അവിടുത്തെ ജനം തീരുമാനിച്ചു. ഇക്കുറി വേണ്ടാന്ന് തീരുമാനിച്ചു. ഇക്കുറി പിന്നെ മറ്റൊരു ഇത് പറഞ്ഞാൽ നമ്മളെ ഈ കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ഉള്ളത് കുഞ്ഞാലിക്കുട്ടിക്കാണ്. 80,000 വോട്ടിന് മിച്ചമുണ്ട്. 1,00,000 താഴെ തന്നെ പറയാൻ വേണം റഫായിട്ട് പറയുമ്പോൾ. അത്രയും ഭൂരിപക്ഷം ഇപ്പോൾ മാത്രമല്ല ഒരിക്കലും അങ്ങനെ ഒരു ഭൂരിപക്ഷം കിട്ടിയിട്ടില്ല. അതാണ് വ്യത്യാസം. ഇത്രയും ജനങ്ങൾ അവഗണിച്ച് ജലീലിനെ പോലുള്ള വലിയ വമ്പന്മാരെ ഏറ്റുമുട്ടി തകർന്ന് കിടക്കുന്ന കുഞ്ഞാലിക്കുട്ടിക്ക് 80,000 വോട്ട് മലപ്പുറം ജില്ലയിൽ കോഴിക്കോട് മലപ്പുറം ഭാഗത്ത് കിടക്കുന്ന ആ നിയോജകമണ്ഡലങ്ങളിൽ 80,000 50,000 വോട്ട് ലീഗിന് കിട്ടിയെങ്കിൽ ഭൂരിപക്ഷം മാത്രമാണ് 80,000. ഞാൻ പറഞ്ഞ ലീഗിന് അത്രയും ഭൂരിപക്ഷം കിട്ടിയെങ്കിൽ പല സീറ്റുകൾ, ഒരു സീറ്റിലല്ല പല സീറ്റിലും കിട്ടിയിട്ടുണ്ട്. ഭൂരിപക്ഷം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ജലീലിന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തെക്കുറിച്ച് മാത്രമല്ല പൊതുപ്രവർത്തനത്തെക്കുറിച്ച് തന്റെ ജനപിന്തുണ എത്രയുണ്ടെന്നുള്ള കൃത്യമായിട്ടൊന്ന് അന്വേഷിക്കുന്ന നന്നായിരിക്കും. മാത്രമല്ല ഇനിയിപ്പോ സതീശൻ കൊണ്ടുവരാൻ പോകുന്ന അടുത്ത വിവാദങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ബന്ധു നിയമന വിവാദമായിരിക്കും. KT ജലീൽ സംസ്ഥാന ന്യൂനപക്ഷ വികസന കോർപ്പറേഷന്റെ ജനറൽ മാനേജറായി ബന്ധുവായ KT അദീമിനെ കൊണ്ടുവരും. അത് വലിയ തരത്തിൽ വിവാദങ്ങളായിരുന്നു. അവസാനം KT ജലീൽ രാജിവെച്ചു. അതൊന്ന്. രണ്ടാമത്തെ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികളുമായുള്ള ജലീലിന്റെ ബന്ധം, ബിരിയാണി ചെമ്പ്, അതിൽ ജാതി കൊണ്ടുവരാൻ നോക്കി. അതെ, ഖുറാന്റെ കാര്യം പറഞ്ഞു, ഖുറാന്റെ പുസ്തകത്തിൽ വെച്ച് കൊണ്ടുവന്നു, അതിലും ജാതി കൊണ്ടുവരാൻ നോക്കി. ജാതി കൊണ്ട് തന്നെ മുസ്ലിമിനെ തെറി പറയുകയും വഖഫ് ബോർഡിൽ നിന്ന് മുസ്ലിം വേണ്ടെന്ന, ലീഗ് മുസ്ലിം വേണ്ടെന്ന് പറയുകയും മറുവശത്ത് ഇങ്ങനെയുള്ള എല്ലാ ആവശ്യങ്ങളും ഡിഫെൻഡ് ചെയ്യാനായിട്ട് മുസ്ലിം ഉപയോഗിക്കും, വാക്ക് ഉപയോഗിക്കും, ഖുറാൻ ഉപയോഗിച്ചു, ബിരിയാണി ചെമ്പ് ഉപയോഗിച്ചു. ഇതിനെല്ലാം വർഗീയവൽക്കരിക്കുക ചെയ്തത് ജലീൽ സംസാരത്തിൽ. കാരണം അയാളുടെ ഉദ്ദേശം പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ഒരു പൊളിറ്റിക്കൽ സ്പേസ് സെക്യൂർ ആയിട്ട് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതായിരുന്നു. അതിൽ പൊളിഞ്ഞുപോയി. മാത്രമല്ല ഈ സ്വർണ്ണ കേസുമായി ബന്ധപ്പെട്ട് EDയും അതുപോലെ NIA ഒക്കെ അദ്ദേഹത്തെ ചോദ്യം ചെയ്തിട്ടുണ്ടെന്ന്. അപ്പം ആ കേസ് കിടക്കുന്നുണ്ട്. 3 കുട്ടികളെ അപമാനിച്ച മണ്ണാർക്കാട്, അതാണ് പ്രധാനപ്പെട്ട കേസ്. അത് ഏറ്റവും ഇപ്പം അടുത്ത് നടന്ന സംഭവം 2026 ജൂലൈയിൽ കുട്ടികൾക്ക് നടന്ന 10ാം ക്ലാസ്സിൽ വിജയിച്ച കുട്ടികളെ വിളിക്കുന്ന ഒരു ഹിന്ദിയിൽ എന്തോ അഡ്രസ്സ് എന്തോ എഴുതാൻ പറയുന്നു. ഹിന്ദി അറിയില്ല, എഴുതാൻ അറിയില്ല എന്നൊക്കെ പറഞ്ഞ് ചെവിയിൽ പിടിച്ച് തിരുമ്പുന്നു. സ്റ്റേജിൽ അക്കണ്ട ആൾക്കാരവിടെ ഇരിക്കുമ്പോൾ അവരെ മുമ്പിൽ വെച്ചിട്ടാണ് ഇത്തരത്തിൽ പിള്ളേരോട് പറയുക. പിണറായി വിജയന്റെ സ്റ്റൈൽ അനുകരിക്കുകയത്. അതുകൊണ്ടാണ് ഗൗരവത്തിനോട് ഇത്ര സ്നേഹം തോന്നിയത്. ഇവരൊക്കെ പിണറായി വിജയന്റെ സ്റ്റൈൽ അനുകരിച്ച് ഒത്തിരി പേരുണ്ട്. അതിലൊന്നും ചെയ്യില്ല. പിന്നെ സർവീസ് ബുക്ക് തിരുത്തൽ 2025 ഒക്ടോബർ തിരൂരങ്ങാടി PSMO കോളേജിലെ സർവീസ് ബുക്ക് തിരുത്തിയത്
അദ്ദേഹത്തിന് വലിയ കേസ് നടന്നായിരുന്നു. ആരോപണം യൂണിവേഴ്സിറ്റിയിലെ കോളേജുകളിലെ മാർക്ക് ലിസ്റ്റുകൾ ജലീലിക്ക് തിരുത്തി പല നേതാക്കന്മാരും തിരുത്തി ആ സമയത്ത് ജലീൽ തന്നെയായിരുന്നു ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. അല്ല, ജലീൽ മന്ത്രി, ബിന്ദുവിന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ്. ആ സമയത്ത് ഒത്തിരി 2021 ജലീൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ആ മന്ത്രി. സമയത്ത് ഇപ്പൊ റഹീം ഉൾപ്പെടെ റഹീം ഉൾപ്പെടെയുള്ള ആർട്സ് ഉൾപ്പെടെയുള്ളവരുടെ പരീക്ഷ എഴുതാതെ പരീക്ഷ ഡിഗ്രി കിട്ടുക, അല്ലെ ഡിഗ്രി പാസ്സാകാതെ ഡോക്ടറേറ്റ് കിട്ടുക, അങ്ങനെയുള്ള പല കലാപരിപാടികളും കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് ഇപ്പൊ BJP എന്തിനാണോ സമരം ചെയ്യുന്നത് ആ കാരണങ്ങളെല്ലാം ഒരു 2016 തൊട്ട് കേരളത്തിൽ ഉണ്ടാകാൻ തുടങ്ങിയതാ. 2016 തൊട്ട് അപ്പോയിന്റ്മെന്റ്, നിയമനത്തില്, പരീക്ഷയിലെ, PSCയുടെ പരീക്ഷയിലെ എല്ലാം എവിടെയെല്ലാം കള്ളത്തരം കാണിക്കുക അവിടെയെല്ലാം കാണിച്ചു. അപ്പോഴൊക്കെ ജയിലുണ്ടെന്ന് നേതാവായിട്ട്. എന്നിട്ട് രാജീവ് ഗാന്ധിയെ കുറ്റം പറയുക, അല്ല രാഹുൽ ഗാന്ധിയെ കുറ്റം പറയുക. അതാണ് ജലീലിന്റെ. രാഹുൽ ഗാന്ധിയെ കുറ്റം പറയുന്നതിന്റെ കാര്യം ഒന്നാമത്തെ കാര്യം. അതുകൊണ്ടാണ് ഞാൻ ഉറപ്പിച്ചു പറഞ്ഞത്, BJPയിലേക്ക് പോകാനുള്ള ആദ്യത്തെ പടി എന്ന് പറയുന്നത് കോൺഗ്രസിനെ മാത്രം എതിർത്താൽ പോരാ, രാഹുൽ ഗാന്ധി ഇപ്പോൾ BJPക്ക് ശല്യമായിട്ട് വരുന്നുണ്ട്, രാഹുൽ ഗാന്ധി എതിർക്കണം. അതാണ് സ്ട്രാറ്റജി. എന്തായാലും ജലീല് VD സതീശനെ ഓളമ്പാറയിലോട്ടോ അല്ലെങ്കിൽ കുതിരവട്ടത്തോട്ടോ പറഞ്ഞയക്കും എന്നുള്ള സാധനം ഒരു വശത്ത് നടക്കുന്നു, മറുവശത്ത് ജലീലിനെ അകത്താക്കുന്ന രീതിയിലുള്ള സാധനങ്ങൾ വരുന്നു. എന്തായാലും വരുന്ന ദിവസം കാത്തിരുന്ന് കാണാം എന്തായിരിക്കും ഇനി കേരള രാഷ്ട്രീയം എന്നുള്ളത്.